ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവച്ച് ഇന്ത്യയും ന്യൂസിലൻഡും. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സാമ്പത്തിക പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ കരാർ സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമബംഗാളിൽ രണ്ടാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യപ്രചാരണം അവസാനിച്ചു. വോട്ടെടുപ്പ് മറ്റന്നാൾ. കിർഗിസ്ഥാനിൽ നാളെ നടക്കുന്ന ഷാങ്ഹായ് പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ത്യയെ നയിക്കും. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് ജൈവ രാസവള വിതരണം സുഗമമായി തുടരുകയാണെന്ന് കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. ഈ മാസം 29 മുതൽ വിവിധ ജില്ലകളിൽ മഴ ശക്തമാവുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോരാട്ടം. വാർത്തകൾ വിശദമായി. ഇന്ത്യ ന്യൂസിലൻഡ് സ്വതന്ത്ര വ്യാപാര കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ, ന്യൂസിലൻഡ് വ്യാപാര മന്ത്രി ടോഡ് മാക്സേ എന്നിവരുടെ നേതൃത്വത്തിലാണ് കരാർ ഒപ്പുവച്ചത്. വിവിധ മേഖലകളിലെ ഇന്ത്യൻ കയറ്റുമതികളുടെ തീരുവ പൂർണ്ണമായും ഒഴിവാക്കാൻ സ്വതന്ത്ര വ്യാപാര കരാർ വ്യവസ്ഥ ചെയ്യുന്നു. വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, പരമ്പരാഗത വൈദ്യം, നിക്ഷേപം ഉൾപ്പെടെയുള്ള മേഖലകൾക്ക് കരാർ ഗുണകരമാകും. ക്ഷീരോത്പാദന, കൃഷി, ആഭരണ വ്യാപാരം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യൻ താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടാണ് കരാറിൽ ഒപ്പുവച്ചിരിക്കുന്നത്. ഇന്ത്യയ്ക്കും ന്യൂസിലൻഡിനുമിടയിലെ സാമ്പത്തിക പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ കരാർ സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. കർഷകർ, യുവജനങ്ങൾ, സംരംഭകർ, കരകൌശല വിദഗ്ധർ തുടങ്ങിയവർക്ക് മുന്നിൽ സ്വതന്ത്ര വ്യാപാര കരാർ പുതിയ അവസരങ്ങൾ തുറന്നു നൽകുമെന്നും ഒപ്പുവയ്ക്കലിനോടനുബന്ധിച്ച് നൽകിയ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ ന്യൂസിലൻഡ് പങ്കാളിത്തത്തിലെ ചരിത്ര മുഹൂർത്തമാണിതെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. കരാർ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ പരസ്പര വിശ്വാസത്തിന്റെ തെളിവാണെന്നും ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാക്കാൻ ഇത് സഹായിക്കുമെന്നും ശ്രീ പീയൂഷ് ഗോയൽ പറഞ്ഞു. The free trade agreement is very comprehensive, very forward-looking. While it opens the doors for goods and services in a massive way, it also has an investment commitment which will encourage businesses to leverage the strengths and scale that India offers. It'll, as Todd said, it could open up the doors for cultural exchanges, could open the door for education. It can expand our engagement on pharmaceuticals and the medical side. ന്യൂസിലൻഡിൽ നിന്നുള്ള കയറ്റുമതിക്ക് കരാർ കരുത്തു പകരുമെന്നും നിരവധി തൊഴിലവസരങ്ങൾ ഇതിലൂടെ സൃഷ്ടിക്കപ്പെടുമെന്നും ടോഡ് മാക്സേ വ്യക്തമാക്കി. സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവച്ചതിനെ പ്രശംസിച്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ത്യൻ കയറ്റുമതികളുടെ വിപണി സാധ്യത ഇതിലൂടെ വർദ്ധിക്കുമെന്നും അഭിപ്രായപ്പെട്ടു. പശ്ചിമബംഗാളിൽ രണ്ടാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യപ്രചാരണം ഇന്ന് അവസാനിച്ചു. 142 മണ്ഡലങ്ങളിലാണ് മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കുക. ഇനിയുള്ള മണിക്കൂറുകളിൽ നിശബ്ദ പ്രചാരണത്തിനാവും സംസ്ഥാനം സാക്ഷ്യം വഹിക്കുക. ഒരു റിപ്പോർട്ട്. രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണത്തിനുള്ള അവസാന ദിവസമായ ഇന്ന് ആവേശകരമായ റോഡ് ഷോയ്ക്കും പൊതുയോഗങ്ങൾക്കുമാണ് പശ്ചിമബംഗാൾ സാക്ഷ്യം വഹിച്ചത്. മുതിർന്ന BJP നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി നോർത്ത് 24 പർഗാനാസിൽ പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തു. അമിത്ഷാ, അശ്വിനി വൈഷ്ണവ്, യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ള മുതിർന്ന BJP നേതാക്കളും സംസ്ഥാനത്ത് ഇന്ന് പ്രചാരണം നടത്തി. തൃണമൂൽ അധ്യക്ഷയും മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി ഇന്ന് കൊൽക്കത്തയിൽ റോഡ് ഷോയ്ക്ക് നേതൃത്വം നൽകി. രണ്ടാം ഘട്ട വോട്ടെടുപ്പിനായി കർശന സുരക്ഷാ ക്രമീകരണങ്ങളാണ് പശ്ചിമബംഗാളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വോട്ടെടുപ്പ് തടസ്സപ്പെടുത്താനോ വോട്ടർമാരെ സ്വാധീനിക്കാനോ ഉള്ള ഏതൊരു ശ്രമത്തെയും കർശനമായി നേരിടുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. ഈ മാസം 23-ന് നടന്ന ആദ്യഘട്ട വോട്ടെടുപ്പിൽ പശ്ചിമബംഗാളിൽ 93.19% പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പശ്ചിമബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന പരിശോധനകളിൽ 510 കോടിയിലധികം രൂപയുടെ വസ്തുവകകൾ പിടിച്ചെടുത്തതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പണം, മദ്യം, മയക്കുമരുന്ന്, വിലപിടിപ്പുള്ള ലോഹങ്ങൾ, വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള മറ്റു വസ്തുക്കൾ തുടങ്ങിയവയാണ് പിടിച്ചെടുത്തത്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 5 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമായി. ഷിംലയിലെത്തിയ രാഷ്ട്രപതിയെ ഗവർണറും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ സ്വീകരിച്ചു. നാളെ ഷിംലയിലെ ലോക്ഭവനിൽ ഗവർണർ ഒരുക്കുന്ന പ്രത്യേക വിരുന്നിൽ ശ്രീമതി മുർമു പങ്കെടുക്കും. മറ്റന്നാൾ അടൽ ടണൽ സന്ദർശിക്കുന്ന രാഷ്ട്രപതി ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ഉദ്യോഗസ്ഥരുമായി സംവദിക്കും. പാലംപൂരിൽ ഹിമാചൽ പ്രദേശ് കൃഷി വിശ്വവിദ്യാലയത്തിന്റെ ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി മുഖ്യാതിഥിയായി പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാന ദിവസം ഷിംലയിലെ ആർമി ട്രെയിനിംഗ് കമാൻഡിലും രാഷ്ട്രപതി സന്ദർശനം നടത്തും.
കിർഗിസ്ഥാനിലെ ബിഷ്കക്കിൽ നാളെ നടക്കുന്ന ഷാങ്ഹായ് പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ത്യൻ സംഘത്തെ നയിക്കും. ഷാങ്ഹായ് സഹകരണ സംഘടനയിലെ അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിരോധ മന്ത്രിമാർ പങ്കെടുക്കുന്ന യോഗം മേഖലയിലെ പ്രതിരോധം, സുരക്ഷ എന്നിവ സംബന്ധിച്ച വിഷയങ്ങളാവും ചർച്ച ചെയ്യുക. പശ്ചിമേഷ്യൻ സാഹചര്യം ഭൌമ രാഷ്ട്രീയ രംഗത്തെ പ്രക്ഷുബ്ധമാക്കിയിരിക്കുന്ന കാലയളവിലാണ് ഇക്കുറി യോഗം ചേരുന്നത്. ആഗോള സമാധാനത്തോടെയുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത യോഗത്തിൽ ഉയർത്തിക്കാട്ടുമെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് ജൈവ രാസവള വിതരണം സുഗമമായി തുടരുന്നതായി കേന്ദ്ര സർക്കാർ. രാജ്യത്തെവിടെയും ഇതുവരെ വളത്തിന് ക്ഷാമം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും കേന്ദ്ര വളം വകുപ്പ് അഡീഷണൽ സെക്രട്ടറി അപർണ ശർമ്മ അറിയിച്ചു. യൂറിയ, DAP തുടങ്ങിയവ മതിയായ തോതിൽ ഉറപ്പാക്കിയതായും അന്തർമന്ത്രാലയ വാർത്താ സമ്മേളനത്തിൽ അവർ വ്യക്തമാക്കി. For the period from 1st April to 26th April, the availability remains substantially higher than the requirement. Urea availability is 71.58 LMT against a requirement of 18.17 LMT. Similarly, DAP availability is 22.35 LMT against 5.90 LMT across the country. രാജ്യത്ത് LPG വിതരണത്തിൽ യാതൊരു പ്രതിസന്ധിയും നേരിടുന്നില്ലെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അറിയിച്ചു. ഒമാന് സമീപം ടോഗോ പതാക വഹിച്ച കെമിക്കൽ ടാങ്കർ MT സിറോണിനെതിരെ ഇറാന്റെ ആക്രമണമുണ്ടായെങ്കിലും കപ്പലിലെ ഇന്ത്യൻ ജീവനക്കാർ സുരക്ഷിതരാണെന്ന് ഷിപ്പിംഗ് മന്ത്രാലയം ഡയറക്ടർ മൻദീപ് സിംഗ് രൺധവ അറിയിച്ചു. ബംഗ്ലാദേശിലെ പുതിയ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായി ദിനേശ് ത്രിവേദിയെ നിയമിച്ച വിദേശകാര്യ മന്ത്രാലയം. കേന്ദ്ര റെയിൽവേ മന്ത്രി, ആരോഗ്യ കുടുംബക്ഷേമ സഹമന്ത്രി തുടങ്ങിയ നിലകളിൽ മുൻപ് സേവനമനുഷ്ഠിച്ചിരുന്ന അദ്ദേഹം പശ്ചിമ ബംഗാളിനെ പ്രതിനിധീകരിച്ച് രാജ്യസഭയിലും ലോക്സഭയിലും അംഗമായിരുന്നു. തൃണമൂൽ നേതാവായിരുന്ന അദ്ദേഹം 2021 BJPയിൽ ചേർന്നത്. രാജ്യസഭയിൽ BJP MPമാരുടെ അംഗബലം 113 ഉയർന്നു. ആം ആദ്മി പാർട്ടിയിൽ നിന്ന് രാജിവെച്ച 7 MPമാരെ BJPയിൽ ഉൾപ്പെടുത്തുന്നതിന് സഭാധ്യക്ഷനും ഉപരാഷ്ട്രപതിയുമായ CP രാധാകൃഷ്ണൻ അംഗീകാരം നൽകിയതായി കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു സമൂഹ മാധ്യമത്തിൽ അറിയിച്ചു. ഇതോടെ രാജ്യസഭയിൽ ആം ആദ്മി പാർട്ടി MPമാരുടെ എണ്ണം 3 കുറഞ്ഞു. കേന്ദ്ര സർക്കാർ സൗജന്യ ലാപ്ടോപ്പ് വിതരണത്തിനായി അപേക്ഷകൾ സ്വീകരിക്കുന്നുവെന്ന വിധത്തിൽ സമൂഹമാധ്യമത്തിൽ നടക്കുന്ന പ്രചാരണം വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം. വ്യക്തിഗത വിവരങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമങ്ങളാണ് ഇതിന് പിന്നിലെന്നും ഇത്തരം സന്ദേശങ്ങൾ മറ്റുള്ളവർക്ക് അയക്കുന്നത് ഒഴിവാക്കണമെന്നും കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. പാലക്കാട് ഇന്നും നാളെയും താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലത്ത് 39 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ട്. മറ്റു ജില്ലകളിലും താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. വിവിധ ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്കും സാധ്യതയുണ്ട്. ഈ മാസം 29 മുതൽ വിവിധ ജില്ലകളിൽ മഴ ശക്തമാവും. പത്തനംതിട്ടയിലും ഇടുക്കിയിലും 29-നും കണ്ണൂരും കാസർഗോഡും 30-നും പത്തനംതിട്ട, ഇടുക്കി, വയനാട് ജില്ലകളിൽ മെയ് 1-നും ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടുന്നു. ഡൽഹിയിൽ അല്പസമയം മുൻപാണ് മത്സരം ആരംഭിച്ചത്. ടോസ് നേടിയ ബംഗളൂരു ബൌളിംഗ് തെരഞ്ഞെടുത്തു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നിർണായക ചർച്ചയ്ക്കായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി സെന്റ് പീറ്റേഴ്സ്ബർഗിലെത്തി. ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ മോസ്കോയുമായി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനാണ് സന്ദർശനമെന്ന് അരാക്ചി വ്യക്തമാക്കി. അമേരിക്കയുടെ അമിതമായ നിബന്ധനകൾ കാരണമാണ് ഇസ്ലാമാബാദിൽ നടന്ന സമാധാന ചർച്ച പരാജയപ്പെട്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ഒമാൻ സന്ദർശനത്തിന് ശേഷമാണ് അരാക്ചിയുടെ റഷ്യ സന്ദർശനം. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യയും ന്യൂസിലൻഡും. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സാമ്പത്തിക പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ കരാർ സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമ ബംഗാളിൽ 2ാം ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യപ്രചാരണം അവസാനിച്ചു. വോട്ടെടുപ്പ് മറ്റന്നാൾ. കിർഗിസ്ഥാനിൽ നാളെ നടക്കുന്ന ഷാങ്ഹായ് പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ത്യയെ നയിക്കും. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് ജൈവ രാസവള വിതരണം സുഗമമായി തുടരുകയാണെന്ന് കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. ഈ മാസം 29 മുതൽ വിവിധ ജില്ലകളിൽ മഴ ശക്തമാവുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35-ന്.